ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് CapCut ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സ്റ്റെപ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് CapCut ആപ്ലിക്കേഷനിലാണെന്ന്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു VPN കണക്ട് ചെയ്ത് നോക്കുക. VPN കണക്ട് ചെയ്താലേ നമുക്ക് ഇതിലുള്ള ട്രാൻസിഷൻസ് മീൻസ് അതായത് നമുക്ക് ഇതിൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ നിങ്ങൾ ഒരു VPN കണക്ട് ചെയ്യുക, CapCut ഓപ്പൺ ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു പ്രൊജക്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രൊജക്ട് ഞാൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ മോഹൻലാലിന്റെ കുറച്ച് ക്ലിപ്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നോർമലി നമ്മുടെ ട്രാൻസിഷൻസ് ആഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ അധികം ട്രാൻസിഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വന്ന് എൻ്റെ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ വന്നിട്ട്. സോ ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന പറഞ്ഞാൽ പുൾ ഔട്ട് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ ആണ്. സോ നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ സാധിക്കും, കുറേ അധികം ട്രാൻസിഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ സെർച്ച് ചെയ്യാണ് പുൾ ഔട്ട് എന്നുള്ളത്. സോ ഇപ്പൊ നമുക്ക് ഇവിടെ സെർച്ചിൽ ഫസ്റ്റ് തന്നെ പുൾ ഔട്ട് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്, സോറി ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യാണ്, ദെൻ അപ്ലൈ ടു ഓൾ, ദെൻ ക്യാൻസൽ കൊടുക്കുക. ടിക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ക്ലിപ്പിലും ആ ഒരു പുൾ ഔട്ട് തന്നെയാണ് കൊടുക്കുന്നത്. സോ കണ്ടില്ലേ, ഒരു പെട്ടെന്നുള്ള ഒരു ബാക്കോട്ടുള്ള ഒരു സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, 20-ലായിട്ട് വന്നിട്ട് ഇതേപോലെ ബാക്കിലോട്ട് ഒരു എഫക്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. സോ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ആനിമേഷനിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും, ഇന്ന്, ഔട്ട്, അതുപോലെ കോംബോ. അതിൽ നമ്മൾ കോംബോ സെലക്ട് ചെയ്യുക. കോംബോ സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രോയിൽ നമുക്ക് ഇവിടെ ഫോളിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോളിംഗ് എന്ന് പറഞ്ഞൊരു ആനിമേഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് തന്നെ നമ്മൾ എല്ലാ ക്ലിപ്പിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. മീൻസ് എല്ലാ ക്ലിപ്പിലും ഈ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ ഒരു ആനിമേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഇവിടെ തന്നെ സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത ക്ലിപ്പിൽ സെറ്റ് ചെയ്യുക. അതായത് അഗെയിൻ ഫുൾ ആയിട്ട് ബാക്ക് വന്നിട്ട് ചെയ്യണമെന്നില്ല, ഇവിടെ തന്നെ നമുക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. സോ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഫോൾ ആയിട്ട് ഒരു സൂം ഔട്ട് വരുന്ന പോലെ ഒരു എഫക്റ്റ് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി എഫക്ട്സിൽ വരിക, വീഡിയോ എഫക്ട്സിൽ വരിക. വീഡിയോ എഫക്ട്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ CapCut Pro ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറേ അധികം പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ട്രെൻഡിങ്ങിൽ തന്നെയുള്ള ഷെയ്ക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളെ വീഡിയോ ഒരു എൻഡ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ താഴെയായിട്ട് അഡ്ജസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക, സ്പീഡ് അതുപോലെ ഇന്റൻസിറ്റി. ഇതിൽ സ്പീഡ് വന്ന് നമ്മൾ 100 ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പീഡിലുള്ള ഒരു ഷെയ്ക്ക് വരും. സോ നമ്മൾ ഇന്റൻസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 5 to 10 റേഞ്ചിൽ എന്ത് ചെയ്യുക, ഇന്റൻസിറ്റി സെറ്റ് ചെയ്യുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. സോ ഇപ്പൊ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഷെയ്ക്ക് എഫക്റ്റ് അതേപോലെ ഒരു സൂം ഔട്ട് ഒക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഫ്ലാഷ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ നിങ്ങളുടെ ചോയ്സ് ആണ്. സോ നിങ്ങൾക്ക് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബീറ്റിന്റെ, അതായത് ഇപ്പോൾ ഫുട്ബോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബീറ്റ് വരുന്ന സോങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാൻസിഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്സ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബീറ്റ് ഒക്കെ വരുന്ന സോങ്ങിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഷെയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.